ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് രാവിലെ എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്റർ വരെ പോകാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ആവശ്യമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ വഴി കൂടെയാണ് ഞാൻ എൻ്റെ ലൈസൻസിൻ്റെ അതായത് 8 എടുക്കുന്നതിന് മുന്നേ 2 വീലർ ഓടിച്ച് നോക്കിയത്. ഈ വഴി കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർമ്മയൊക്കെ അയവറുത്ത് നിൽക്കുകയാണ്. 8ഉം എച്ചും ഒക്കെ ഈ ഗ്രൗണ്ടിലിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് ഇതാ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടും ഇവൻ പണ്ടിരുന്ന ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇന്ന് കണ്ടത്. അപ്പോൾ മെയിനായിട്ട് അവൻ വന്നതിൻ്റെ കാരണം ഈ ഒരു അഡാപ്റ്റർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അഡാപ്റ്റർ കിട്ടിയിട്ട് അവിടെ കുറച്ച് നേരം സംസാരിച്ച് നിന്നപ്പോൾ നമ്മൾ വർക്കല പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ വർക്കലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ മൈൻഡ്. അങ്ങനെ പാട്ടൊക്കെ ഇട്ട് തുള്ളി തുള്ളി പോവാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് അവൻ്റെ കാറിൻ്റെ ഉള്ളിലത്തെ എയർ ഫ്രഷ്നറിൻ്റെ സ്മെല്ലടിച്ചിട്ടാണോ അവൻ്റെ പെർഫ്യൂമിൻ്റെ സ്മെല്ലടിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ തീരദേശ പാതയിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ പറയണേടി ഇതൊക്കെ വീഡിയോ ഇട്, നല്ല സീനറി അല്ലേ എന്നൊക്കെ. പക്ഷേ എനിക്ക് തല പൊക്കാൻ പറ്റണ്ടേ, എനിക്ക് ഫോൺ നോക്കിയിട്ട് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. ഒരുവിധം എങ്ങനെയോ വർക്കലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഉച്ചം തലയിലടിക്കുന്ന വെയിൽ. എനിക്കാണെങ്കിൽ ആ വെയിലടിച്ച തലവേദനയും കൂടും, പിന്നെ എനിക്ക് സ്കിന്നിൽ അലർജി വരും കേട്ടോ. എനിക്ക് സൺലൈറ്റ് അലർജി ഉണ്ട്. അതായത് ഇങ്ങനെ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്ക് റെഡ്നെസ് പോലെ വന്നിട്ട് ഇങ്ങനെ കുരുകുരു പോലെ പൊങ്ങി പൊങ്ങി വരുന്ന ഒരു അലർജി എനിക്കുണ്ട്. അങ്ങനെ ഈ വെയിലത്ത് ബീച്ചിൽ പോയി ഒന്നും ചെയ്യാറില്ല. ഞാനാണെങ്കിൽ ആദ്യമായിട്ട് എങ്ങാനുമാണ് ഈ സമയത്തൊക്കെ ബീച്ചിൽ വരണത്. കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കും എന്നെ അമ്മ വിളിച്ചേട്ടാ. അപ്പം ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൻ അവിടെ നിന്ന് ഏതാണ്ടൊക്കെ കാണിക്കണുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. ഞാൻ വെച്ചാൽ ഇവൻ എന്തോ ഈ ക്യാമറ വെച്ച് കാണിക്കുന്നത്. എനിക്കാണെങ്കിൽ അവൻ്റെ ഇരിക്കുന്ന ഫോൺ ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ അവൻ ഈ ഫോട്ടോയൊക്കെ ഡോക്യുമെൻ്റായിട്ട് അയച്ചു തന്നപ്പോഴാണ് ഞാനിങ്ങനെ കൊള്ളാമല്ല. അവൻ്റെ വിവോ X200 കണ്ടാണ്. പിന്നെ അവിടെ നട്ടപ്പൊരി വെയിലത്ത് കുറേ അമ്മമാരൊക്കെ കടലിൽ കിടന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. എന്തോ കാര്യത്തിലാണെന്ന് അറിയൂടാ. ഞാനാണെങ്കിലും തിരിച്ചാ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഫോണിൽ സംസാരിക്കണം, എനിക്ക് അമ്മ പറയണ ഒന്നും കേൾക്കാൻ പറ്റണില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരുട്ട് കയറി ഞാൻ ഇപ്പോൾ വൊമിറ്റ് ചെയ്യും, ഇപ്പോൾ തല ഇറങ്ങി വീഴും, ആ ഒരു സ്റ്റേജ് എത്തി. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞേടാ പോവാന്ന്. കാരണം ഞാൻ അവിടെ വർക്കലേക്ക് പോയി തല ഇറങ്ങി വീണെന്നൊക്കെ ആരത്തെങ്കിലും പറഞ്ഞാൽ തന്നെ എനിക്ക് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞേടാ പോവാന്ന്. കാരണം വെച്ചാൽ ഞാൻ വിചാരിച്ചു ഞാൻ വൊമിറ്റ് ചെയ്ത് തറയിൽ വീണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് ഇങ്ങനെ ഒരുമാതിരി വയ്യാണ്ട് വന്നു. പിന്നെ ഇപ്പം ചാരത്തുള്ളിൽ നിൽക്കണ വേറൊന്നുമല്ല, കുറച്ചൊന്നും ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ പോയിരുന്നിട്ട് ഞാൻ ഓപ്പോസിറ്റ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ കോറിഡോറിലാണെങ്കിൽ പിള്ളേരൊക്കെ നിന്ന് ഇങ്ങനെ സംസാരിക്കണ്, ഓരോന്നൊക്കെ കളിയും ചിരിയൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇങ്ങനെ ലൈക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ പിള്ളേർ ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നേ. അപ്പോഴത്തൊട്ടേ ഞാനിങ്ങനെ അയ്യോ സ്കൂളിലെ കാര്യമൊക്കെ ഇത് കൊള്ളാന്നേ. ഞാൻ അമ്മയാണ് വിളിച്ചോണ്ട് ഒരു കള്ളച്ചി. അങ്ങനെ സ്കൂളിലെ പിള്ളേരെ നോക്കി ഇരുന്നപ്പോഴാണ് ഇവൻ എന്നോട് ഈ ഫോട്ടോ കാണിച്ചു തന്നിട്ട് പറഞ്ഞത് എനിക്കൊരു കള്ളച്ചിരി, ഞാൻ എൻ്റെ കാമുകനെ വിളിച്ച് സൊല്ലണ പോലെ ഉണ്ട്, പറ ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് ആ സമയത്ത് വിളിച്ചത് കേട്ടാ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് നമ്മൾ ഈ തക്കോല റെസ്റ്റോറൻറ്റ് ഗൂഗിൾ റിവ്യൂ നോക്കിയാണ് കയറിയത്. പക്ഷേ അട്ടർ ഫ്ലോപ്പായിരുന്നു. എനിക്കാണെങ്കിൽ ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു സോഡ ലൈമ് കുടിച്ചേട്ടാ. അതിനകത്ത് പക്ഷേ അവർ യൂസ് ചെയ്തിരിക്കുന്ന ആ ലൈമ് ഭയങ്കരമായിട്ട് മറ്റേ നമ്മളെ വീട്ടിലൊക്കെ നാരങ്ങ കിടന്ന് വാടി ഒരുമാതിരി ഒരു ടേസ്റ്റ് വരത്തില്ല, ഒരു ആ ചെവയായിരുന്നു ആ ലൈം സോഡയ്ക്ക്. എന്നിട്ട് ഞാൻ എൻ്റെ അവസ്ഥ കാരണം കുടിച്ചു. പിന്നെ ഈ ഫുഡാണെങ്കിൽ ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. അവനാണെങ്കിൽ ആ വലിയ കാര്യത്തിൽ കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ റൈസ് കണ്ടിട്ടാണ് ഞാൻ ഈ കിടന്ന് ചിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയാം ഏത് നേരത്താണോ എന്നൊക്കെ. എന്നിട്ട് അവൻ പറയുവാണ് നാളെ തൊട്ട് നോമ്പ് ഉറക്കുകയാണ്, അല്ലാ ഇന്നോട്ട് എന്തെങ്കിലും ഇന്ന് ഹെവി ആയിട്ട് കഴിച്ചിട്ട് നിർത്തണമെന്ന് വെച്ചായിരുന്നു എന്നൊക്കെ. അങ്ങനെ ഒരുവിധം അവിടെ നിന്ന് മറ്റേ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള രീതിക്ക് എങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഓക്കെ ആയിട്ട് തിരിച്ച് വണ്ടിയിൽ കയറി. അങ്ങനെ ഞാൻ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് സോങ് ഒക്കെ ഇട്ട് ഇങ്ങനെ മെൽട്ടായിരുന്നു പോവാണ്. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അവൻ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് കാണണമെന്ന്. ഞാൻ പറഞ്ഞു വൈ നോട്ട്, ഇപ്പം കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്തതാണ് കേട്ടോ. അവനാണെങ്കിൽ അവൻ്റെ പെണ്ണുമ്പിള്ളയെ വിളിച്ച് സൊള്ളണാണെങ്കിൽ അവൻ്റെ ആരെയോ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാണ്ട് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് പോകുന്നുണ്ട്.
അപ്പോഴത്തേക്ക് അവൻ കോള് കട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കാണ് അവൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ വീഡിയോ എന്തിനാ എൻ്റെ കയ്യിൽ തന്നേന്ന്. അതൊന്നും അവൻ അറിഞ്ഞതേ ഇല്ല. അവൻ ഫോൺ കോളിലായതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞേടാ അത് അവിടെ വെക്കടാ, ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി വെച്ചയാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓടിച്ചു കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വണ്ടി കയറിയിട്ട് അവൻ്റെ കാല് ഉടക്കിയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സീറ്റ് മാക്സിമം ഫ്രണ്ടിലോട്ടാക്കിയിട്ടാണ് ഇരുന്ന് വണ്ടി ഓടിക്കണത്. എന്നാൽ എനിക്ക് ക്ലച്ച് എത്തത്തുള്ളൂ. അപ്പോൾ അവന് തിരിച്ചു കയറിയപ്പോൾ കാലെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവനോട് ഇതെന്തോന്നടേ എന്നൊക്കെ ചോദിച്ചാൽ ഞാനിരുന്ന് ചിരിച്ചതേട്ടാ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കോഫി കുടിക്കാൻ വേണ്ടി ഈ ഒരു ഷെൽസ് എന്ന് പറയുന്ന കഫേയിൽ കയറി. എനിക്ക് ഇങ്ങനത്തെ അത്യാവശ്യം പീസ്ഫുൾ കാമായിട്ടുള്ള കഫേസാണ് കൂടുതൽ ഇഷ്ടം. മറ്റേ റഷ് ആയിട്ടുള്ളടത്ത് പോണേക്കാട്ടിലും. പ്രത്യേകിച്ച് ബീച്ച് സൈഡ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഞാൻ പിന്നെ ഈ കോഫി ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 വർഷത്തിന് ശേഷം കണ്ട കുറേ കഥ പറയാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കോഫി ആറിപ്പോയി കേട്ടാ. അതാണ് ഞാൻ ഇങ്ങനെ ഒറ്റ വലിക്കൊക്കെ കുടിക്കണത്. പിന്നെ അവൻ വീണ്ടും അവൻ്റെ ക്യാമറ എടുത്ത് തൂക്കി പിടിച്ചോണ്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ പൊത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുവാണ് അങ്ങനെ തന്നെ ഇരുന്നോളാം. എന്നിട്ട് അവൻ അതും ഫോട്ടോ എടുത്തു. വേറെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഒരു കോഫിയും കൂടി കുടിക്കാനുള്ള ഒരു മൂഡുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു കോഫിയും കൂടെ ഓർഡർ ചെയ്ത്. അത് ഞാനിങ്ങനെ കാണിച്ചപ്പോഴാണ് അവൻ പുറമ്പോക്കാണെന്ന് വെച്ചിട്ട് അവൻ്റെ ഗ്ലാസും കൊണ്ട് വന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ ഈ 3 വർഷത്തിനിടെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ കാര്യങ്ങളും അവൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം ബീച്ചിൽ പോയി നിൽക്കാമെന്ന് ഓർത്തു. അങ്ങനെ പിന്നെ ഇതാ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ബീച്ചിലോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നതിനിടയ്ക്ക് അവൻ പറഞ്ഞു അവൻ്റെ വണ്ടി കാണിക്കുക എന്നൊക്കെ പറയാം. അപ്പം അവനെ മിണ്ടാതെ വാടാ പോടാ എന്നൊക്കെ. അവൻ്റെ വണ്ടി നോക്ക് ഗൈസ്. ലാസ്റ്റ് അവൻ്റെ ശല്യം സഹിക്കാതെ ഞാൻ അവൻ്റെ വണ്ടി കാണിച്ചേക്കാണ്. പിന്നെ നേരെ പോയത് ബീച്ചിലോട്ടായിരുന്നു. അവിടെ പോയി കുറച്ചു നേരം നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഷെൽസ് ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ കുറേ കളക്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ഞാനത് വീട്ടിൽ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. കാരണം എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്. ഈ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആക്കണമെന്ന് വിചാരിച്ചല്ല, ജസ്റ്റ് ഷോർട്സിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. പക്ഷേ ഈയിടെ ഞാനൊരു കമൻറ്റ് കണ്ടു വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടത്. അങ്ങനെ ഞാൻ തിരിച്ചു പോയി വണ്ടിയും എടുത്ത് അവന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നേരെ വീട്ടിൽ പോയി. അപ്പോൾ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.